Dear students, our today's class is about two important laws in current electricity. To find the current in a circuit, usually the Ohm's law equation V is equal to IR is employed. But to solve complex circuits, a German physicist named Gustav Robert Kirchhoff deduced two laws which were advanced steps of Ohm's law. കിർച്ചോസ് കറൻറ്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. രണ്ടിൽ കൂടുതൽ സർക്യൂട്ട് കണക്ഷൻസ് മീറ്റ് ചെയ്യുന്ന ഏത് പോയിൻറ്റിനെയും ഇവിടെ നമുക്കൊരു ജംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ് ടു കിർച്ചോസ് കറൻറ്റ് റൂൾ, ദ സം ഓഫ് കറൻറ്റ്സ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് കറൻറ്റ്സ് ലീവിങ് ദ ജംഗ്ഷൻ. സം നമ്മൾ സിഗ്മ എന്ന സിമ്പിൾ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യാറ്. സോ മാത്തമാറ്റിക്കലി സിഗ്മ ഐ ഇൻ ഇസ് ഈക്വൽ ടു sigma I out. In figure A, I1 and I2 are the incoming currents. I3 is the current that leaves the junction. According to Kirchhoff's current law, I1 plus I2 is equal to I3. In figure B, I3 and I2 are the currents that enter the junction and I1 leaves the junction. This gives the Kirchhoff current law as I3 plus I2 is equal to I1. കിർച്ചോഫ്സ് കറൻറ്റ് ലോ ഒരു ജംഗ്ഷനിലെത്തുന്ന കറൻറ്റുകളെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരുന്നു. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ കണക്ട്സ് ദ ടോട്ടൽ വോൾട്ടേജസ് അക്രോസ് എ ലൂപ്പ് ഓർ മെഷ് ഓർ എ ക്ലോസ്ഡ് പാത്ത്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇങ്ങനെയാണ്: ദ ആൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജസ് അക്രോസ് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇസ് 0. ദാറ്റ് ഈസ് സിഗ്മ V is equal to 0, where V is the voltage. Let ABCDA be the loop we consider. എപ്പോഴും ഒരു ലൂപ്പ് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ അവസാനിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. ABCDA എന്ന ലൂപ്പിൽ നമുക്ക് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയി വോൾട്ടേജസ് സം ചെയ്യാം. ഈ ലൂപ്പിൽ ഒരു EMF സോഴ്സ് ഓഫ് 10 വോൾട്ട്, റെസിസ്റ്റേഴ്സ് R1, R2, R3 എന്നിവയുണ്ട്. വോൾട്ടേജസ് ആഡ് ചെയ്യുന്ന ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുന്നത്. ദെർഫോർ 3 റെസിസ്റ്ററിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹയർ ഇസ് പോസിറ്റീവ് ആൻഡ് ലോവർ ഇസ് ഇൻഡിക്കേറ്റഡ് ആസ് നെഗറ്റീവ്. നമ്മൾ എടുക്കുന്ന ഡയറക്ഷനിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആദ്യം കാണുന്നത്, ആ സൈൻ വേണം വോൾട്ടേജിന് കൊടുക്കാൻ. ലൂപ്പ് ABCDAയിൽ ഫസ്റ്റ് വോൾട്ടേജസ് VR. പ്രൊസീഡിങ് ക്ലോക്ക് വൈസ് വി ഗെറ്റ് VR1 പ്ലസ് VR2 പ്ലസ് VR3 -10 ഇസ് ഈക്വൽ ടു 0. EMFൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് ലൂപ്പിൽ ക്ലോക്ക് വൈസ് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത്. ദെർഫോർ ടേക്ക് 10 വോൾട്ട് ആസ് നെഗറ്റീവ്. ഇതേ ലൂപ്പ് തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് ഡയറക്ഷൻ എടുത്ത് വോൾട്ടേജസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ലൂപ്പ് DCBAD ആണ്. ഒന്നാമത്തെ വോൾട്ടേജ് VR3. അതിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് ആദ്യം കാണുന്നത്. ദെർഫോർ ഇറ്റ് ഇസ് -VR3. പ്രൊസീഡിങ് ആൻറ്റി ക്ലോക്ക് വൈസ് വി ക്യാൻ റൈറ്റ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ -VR3 -VR2 -VR1 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. ഓർ ഇതേ ഇക്വേഷനെ -1 കൊണ്ട് ബോത്ത് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് പ്ലസ് VR3 പ്ലസ് VR2 പ്ലസ് VR1 -10 ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇസ് ദ സെയിം ഇക്വേഷൻ വി ഗോട്ട് ഏർലിയർ. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ബോത്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ഗീവ് ദ സെയിം വോൾട്ടേജ് സമ്മേഷൻ. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒന്നാമത്തെ റൂൾ ഫോർ കറൻറ്റ്: നമ്മൾ എടുക്കുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ദ കറൻറ്റ് ആണെങ്കിൽ വോൾട്ടേജ് വിൽ ബി പോസിറ്റീവ്. A to B എന്ന ലൂപ്പ് ഡയറക്ഷൻ എടുത്താൽ കറൻറ്റും സെയിം ഡയറക്ഷനാണ്. ദെർഫോർ അക്രോസ് റെസിസ്റ്റൻസ് R, ദ വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി +IR. ഇൻസ്റ്റെഡ്, ഇഫ് വി ആർ കൺസിഡറിങ് എ ലൂപ്പ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ദ കറൻറ്റ്, voltage will be negative. In figure B, we take the loop from B to A, but the current here is opposite to it. Therefore, the voltage across resistance R will be
V is equal to minus IR. For EMF, check the terminal that we come across first. If it is negative, mark the voltage as negative. In figure C, the direction is from A to B. We come across the negative terminal of the battery first. Therefore, take the EMF as negative. In figure D, the direction is from B to A. We come across the positive terminal of the battery first. Therefore, take the battery EMF as positive. So, the rules put together. Now, let us solve a problem using Kirchhoff's law. നമ്മളുടെ സർക്യൂട്ടിൽ രണ്ട് സോഴ്സ് ഓഫ് EMF ഉണ്ട്, E1 ആൻഡ് E2. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ജംഗ്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു മാർക്ക് ദ ജംഗ്ഷൻസ് ആൻഡ് ദ നെയിം ദ ലൂപ്സ്. രണ്ടിൽ കൂടുതൽ കണക്ഷൻ വയേഴ്സ് മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് നമ്മുടെ സർക്യൂട്ടിലുണ്ട്. സർക്യൂട്ടിന് ABCDEF എന്ന പേര് കൊടുത്താൽ ദ ടു ജംഗ്ഷൻസ് ആർ പോയിൻറ്റ് B ആൻഡ് പോയിൻറ്റ് E. Once we identify the junctions, we can move on to the currents in the loop. Cell E1 ൽ നിന്നും current I1 മാർക്ക് ചെയ്യുക. From the positive terminal, I1 flows out and into the negative terminal, I1 flows in. Second cell is E2. Mark current I2 into the negative terminal and out of positive terminal of E2. Now we have a branch BE, where we don't know which is the current that flows. To find the current through BE, we use Kirchhoff's current law. It is sigma I in is equal to sigma I out at a junction. അപ്പോൾ നമുക്ക് ജംഗ്ഷൻ B എടുക്കാം. I2 is the current that comes out. I1 and the current in BE are the currents that come in to the junction B. Equation എഴുതിയാൽ I1 plus the unknown current, let it be X, is equal to I2. Therefore, X will be equal to I2 minus I1. Also, we can try the same equation for the junction E. At the junction E, current that enters the junction is I2. Currents that leave the junction are I1 and the unknown current in the branch BE. Therefore, the equation will be I2 equal to I1 plus the unknown current. Therefore, the unknown current, let it be X, equal to I2 minus I1. Thus, we identified the current in the branch BE as I2 minus I1 using Kirchhoff's current law. ഇപ്പോൾ നമുക്ക് നമ്മുടെ സർക്യൂട്ടിലെ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് അറിയാം. ഇനി I1, I2 എന്നിവയുടെ വാല്യൂ കണ്ടുപിടിക്കണം. For that, we employ the Kirchhoff's voltage law. നമ്മുടെ രണ്ട് ലൂപ്പിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ ലൂപ്പ് ABEFA ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വോൾട്ടേജ് സം ചെയ്ത് എഴുതാം. റിമെമ്പർ, വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറൻറ്റ് ഇൻറ്റു റെസിസ്റ്റൻസ്. നമ്മുടെ ഒന്നാമത്തെ റെസിസ്റ്റർ R2 ഈക്വൽ ടു 10 ohm ആണ്. R2ൽ കൂടിയുള്ള കറൻറ്റ് I2 മൈനസ് I1. ക്ലോക്ക് വൈസ് ആണ് ലൂപ്പ് എടുക്കുന്നതെങ്കിൽ വി ആർ ട്രാവലിംഗ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി കറൻറ്റ് I2 മൈനസ് I1. Therefore, voltage will be minus 10 into I2 minus I1. ലൂപ്പിൽ അടുത്തത് സെൽ ഓഫ് EMF 10 volt ആണ്. As we move, we come across the negative terminal of the cell first. Therefore, E1 is taken as minus 10. Last element in the circuit is R1, which is equal to 5 ohm. Here, we travel in the same direction of the current I1. Therefore, voltage will be positive. It is 5 I1. Summing up all the three voltages, we get minus 10 into I2 minus I1 minus 10 plus 5 I1 equal to 0. Or, bracket expand ചെയ്താൽ minus 10 I2 plus 10 I1 minus 10 plus 5 I1 is equal to 0. That is minus 10 I2 plus 15 I1 minus 10 equal to 0 is equation 1. Similarly, for the loop BCDEB,
As we move clockwise, first we come across the negative terminal of E2. Take it as -5. Current through R3 is I2. Since we travel in the same direction as I2, the voltage there is positive. VR3 is equal to plus 5I2. Third loop element is resistor R2 equal to 10 ohm. We travel there in the same direction as current I2 minus I1. There also the voltage will be positive. It is I2 minus I1 into 10. Therefore, summing up, minus 5 plus 5I2 plus I2 minus I1 into 10 is equal to 0. Or minus 5 plus 5I2 plus 10I2 minus 10I is equal to 0. That is 15I2 minus 10I1 minus 5 equal to 0 is equation 2. Divide equation 1 and equation 2 by 5. We get equation 3 and 4. We have two unknowns I1 and I2 and two equations. Solving equations 3 and 4, we get the values for the currents I1 and I2. When we solve, we get I1 as equal to 1.6 ampere and I2 as equal to 1.4 ampere. Therefore, the currents in the circuit given are I1 is equal to 1.6 ampere and I2 equals 1.4 ampere.